വാജശ്രവസ് അന്നദാനം കൊണ്ട് കീർത്തി നേടിയ ഒരു രാജാവായിരുന്നു. അദ്ദേഹം സർവമേധം എന്ന യാഗം നടത്തി. യാഗത്തിനൊടുവിൽ സർവസ്വവും ദാനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. വാജശ്രവസിന് നചികേതസ് എന്നു പേരുള്ള പുത്രനുണ്ടായിരുന്നു. പശുക്കളെ ദാനം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ രാജാവിന്റെ അധീനതയിലുള്ള പശുക്കളെ അവിടെ എത്തിച്ചു. ആ പശുക്കളിലധികവും കറവയും പേറും മുറ്റിയവയായിരുന്നു. ഇങ്ങനെയുള്ള പശുക്കളെ ദാനം ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരുടെ ആത്മാവ് എത്തിച്ചേരുന്നത് ആനന്ദമില്ലാത്ത സ്ഥലത്തായിരിക്കുമെന്ന് നചികേതസ് മനസ്സിലാക്കി. ഇങ്ങനെയുള്ള പശുക്കളെ ദക്ഷിണ കൊടുത്താൽ യാഗത്തിന് ന്യൂനത വന്നിട്ട് പിതാവിനുണ്ടായേക്കാവുന്ന അനിഷ്ടഫലത്തെ സ്വന്തം ആത്മാവിനെ കൊടുത്തിട്ടാണെങ്കിലും യാഗത്തിന് തികവ് വരുത്തേണ്ടത് പുത്രനായ എന്റെ കടമയാണെന്ന് നചികേതസ് തീരുമാനിച്ചു. അങ്ങനെ ആ ബാലൻ പിതാവിനടുത്തുപോയി എന്നെ ആർക്കാണ് ദാനം കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. കുട്ടിക്കളിയാണെന്ന് വിചാരിച്ച് വാജശ്രവസ് ചോദ്യം ചെവിക്കൊണ്ടില്ല. എന്നാൽ നചികേതസ് പിന്നെയും അതുതന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഇതു കേട്ടപ്പോൾ പിതാവിന് ദേഷ്യം വന്നുകൊണ്ട് നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കും എന്ന് പറഞ്ഞു. നചികേതസ് ഏകാന്തതയിൽ പോയിരുന്നു ചിന്തിച്ചു. ഗുരുക്കന്മാരും പിതാവും അവർ പറയാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ വേണ്ടവിധത്തിൽ സാധിപ്പിച്ചു കൊടുക്കേണ്ടത് ശിഷ്യപുത്രന്മാരുടെ കടമയാണ്. എന്നെ മൃത്യുദേവൻ കൊടുക്കുന്നതുകൊണ്ട് പിതാവിന് എന്തു ഗുണമാണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പിതാവിനടുത്തുപോയി. ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ് എന്ന് വാജശ്രവസ് പറഞ്ഞുവെങ്കിലും പിതാവിന്റെ വാക്ക് സത്യമാക്കാൻ എന്നെ യമദേവന്റെ അടുത്തേക്കേക്കാൻ നചികേതസ് ആവശ്യപ്പെട്ടു. ഇപ്രകാരം പുത്രൻ പറയുന്നതു കേട്ട് പിതാവ് സത്യപരിപാലനത്തിനായി പുത്രനെ യമദേവന്റെ അടുത്തേക്കയച്ചു. ആ സമയത്ത് യമദേവൻ ബ്രഹ്മദേവന്റെ ഭവനത്തിൽ പോയതിനാൽ നചികേതസ് അവിടെ 3 ദിവസം കാത്തിരുന്നു. നചികേതസ് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ 3 ദിവസം കാത്തിരുന്നു. യമൻ തിരിച്ചെത്തിയപ്പോൾ അതിഥി ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഇത്രയും നേരം കാത്തിരിക്കുന്നത് കണ്ട് അയാൾക്ക് സങ്കടം തോന്നി. തന്റെ തെറ്റിന് പരിഹാരമായി യമൻ നചികേതസിനോട് പറഞ്ഞു, താങ്കൾ 3 ദിവസം എന്റെ വീട്ടിൽ ആതിഥ്യമര്യാദയില്ലാതെ കാത്തിരുന്നു. അതിനാൽ എന്നോട് 3 വരങ്ങൾ ചോദിക്കൂ. പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിയാൽ അദ്ദേഹം എന്നോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറണം. കൂടാതെ എനിക്കും പിതാവിനും ശാന്തിയും സമാധാനവും ഉണ്ടാവണം. ഇതാണ് ആദ്യത്തെ വരം. അടുത്തതായി പവിത്രമായ അഗ്നിയാഗം പഠിക്കാൻ നചികേതസ് ആഗ്രഹിച്ചു. തന്റെ 3ാമത്തെ വരത്തിനായി ശരീരത്തിന്റെ മരണശേഷം എന്ത് സംഭവിക്കുമെന്നതിന്റെ രഹസ്യം പഠിക്കാൻ നചികേതസ് ആഗ്രഹിച്ചു. യമദേവൻ പറഞ്ഞു, തീർച്ചയായും താങ്കളുടെ പിതാവ് സ്നേഹവാത്സല്യത്തോടെ പെരുമാറും, ശാന്തിയും സമാധാനത്തോടെയും ദീർഘകാലം വസിക്കുകയും ചെയ്യും. നചികേതസ് നന്ദിയറിയിച്ചുകൊണ്ട് പറഞ്ഞു, 2ാമത്തെ വരമായി അഗ്നിയെക്കുറിച്ചുള്ള അറിവിനെ ദയവായി എനിക്ക് പറഞ്ഞു തന്നാലോ. യമദേവൻ അഗ്നിയെ സ്തുതിച്ചതിനുശേഷം വിരാട രൂപത്തിൽ ചരാചരങ്ങൾക്ക് ആശ്രയമായ അഗ്നിയെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞുകൊടുത്തു. നചികേതസ് അതുകേട്ട് ഹൃദ്യസ്ഥമാക്കി യമദേവനു തിരികെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. യമദേവൻ അത്യന്തം സന്തുഷ്ടനായി.